ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI എന്നീ ഭീകര സംഘടനകളുടെ റോൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഇത്തരം ഒരു കേസ് പത്മരാജൻ മാഷിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഭീകര ശക്തികളെ ചൊടിപ്പിച്ചത് അദ്ദേഹം CAA-ക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളാണ്. കാരണം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിൽ തെറ്റായ നരേറ്റീവ് പ്രചരിപ്പിക്കുന്ന വേളയിൽ CAA എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ വിശദീകരിച്ച കേരളത്തിലെ വ്യക്തികളിൽ ഒരാളാണ് പത്മരാജൻ മാസ്റ്റർ. അപ്പൊ സ്വാഭാവികമായും അതിനെതിരെയുള്ള ഒരു നീക്കം എന്ന നിലയിൽ കൂടിയാണ് ഇദ്ദേഹത്തെ കുടുക്കിയത് എന്ന വിമർശനം ആ ഘട്ടത്തിൽ വളരെ രൂക്ഷമായിരുന്നു. പിന്നീട് ഈ കേസിന്റെ അന്വേഷണം പോയ വഴികളിലെല്ലാം നമ്മൾ നോക്കുന്ന ഘട്ടത്തിൽ ദുരൂഹതകൾ ഏറെയുണ്ട്. ഏറ്റവും ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും നീതി ലഭിക്കുന്ന വേളയിൽ ഈ ഭീകര ശക്തികൾ ഇദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതല്ലേ ജിജീഷ്? ഗൗതം, തീർച്ചയായും എങ്ങനെയാണ് ഈ മതഭീകരവാദികൾ PFI പോലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ ഒരാളെ ലക്ഷ്യം വയ്ക്കുകയും അത്തരം ആ ലക്ഷ്യം വെച്ച് ആളുകളെ ഏതു വിധേനയും തകർക്കുകയും എല്ലാം ചെയ്യുന്നത് എന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് പത്മരാജൻ മാഷിനെതിരായ കേസ്. പാനൂരിലെ പാലത്തായിലെ പത്മരാജൻ മാഷിനെതിരെ എടുത്തിരിക്കുന്ന തെറ്റായ ഒരു കേസ്, അല്ലെങ്കിൽ യാതൊരു തെളിവുകളുമില്ലാതെ അദ്ദേഹത്തെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ നടത്തിയിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല, നമുക്ക് നിരവധി കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുമ്പ് തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തന്നെയായിരുന്നു. ആ കേസ് അവരുടെ കുറ്റവാളികൾ പിടിയിലാകുമെന്ന ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ കേസ് വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കം നടത്തി. അവർ പ്രതികളാകുന്ന ഭീകരവാദികൾ പ്രതികളാകുന്ന PFI രാജ്യവിരുദ്ധ ശക്തികൾ പ്രതികളാകുന്ന കേസുകളിൽ അത്തരത്തിൽ ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ആരാണോ ദേശീയതയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നത് അത്തരത്തിലുള്ള ആളുകളെ, ദേശീയവാദികളായ ആളുകളെ ഇല്ലാതാക്കുക. അവിടെയാണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ CAA-ക്ക് അനുകൂലമായ നിലപാടെടുത്ത ആ നിലപാട് ചങ്കൂറ്റത്തോടെ പറയാൻ ധൈര്യം കാണിച്ച പത്മരാജൻ മാഷിനെ കൃത്യമായി തന്നെ അവർ ലക്ഷ്യം വെച്ചിരുന്നു. തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ പത്മരാജൻ മാഷെ പോലെ ഒരു ദേശീയവാദി ഉയർന്നു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അലോസരമുണ്ടാക്കി. ആ അലോസരം തന്നെയാണ് പത്മരാജൻ മാഷിനെതിരായ ഈ ഒരു കേസിന് പിന്നിൽ എന്ന് കൃത്യമായി തന്നെ വ്യക്തമായതാണ്. കാരണം 3 അന്വേഷണ ഏജൻസികൾ, ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം നടത്തി. അന്ന് ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു പത്മരാജൻ മാഷിനെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ആ അന്വേഷണത്തിന്റെ അതുവരെയുള്ള ഘട്ടങ്ങളിൽ ഒന്നും തന്നെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 4മതൊരു അന്വേഷണ സംഘം വരുന്നു. രത്നകുമാറിന്റെ നേതൃത്വത്തിൽ, ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ. പിന്നീട് ആ രത്നകുമാറിന്റെ പശ്ചാത്തലം എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ശ്രീകണ്ഠാപുരത്ത് മത്സരിക്കുന്നതും അവിടെ വിജയിക്കുന്നതും ആ പാർട്ടിയുടെ CPM-ന്റെ ഒരു സജീവ പ്രവർത്തകനായി മാറുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഈ ACPക്ക് മാത്രമാണ് ഒരു തെളിവെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു രക്തത്തിന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി പിന്നീട് അദ്ദേഹം പുറത്തേക്ക് വരുന്നതും അതൊരു പ്രധാന തെളിവെന്ന രീതിയിലെല്ലാം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തത്. മുമ്പ് ആദ്യം അന്വേഷിച്ച അതും ഒരു ശ്രീജിത്ത് തന്നെയായിരുന്നു. അന്ന് SHO ആയിരുന്ന ശ്രീജിത്ത്. ആ ശ്രീജിത്ത് അന്വേഷിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ ഒന്നും തന്നെ ഈ അധ്യാപകനെതിരെ നൽകിയിരിക്കുന്ന പോക്സോ കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റാരോപിതനാണ്, കുറ്റം ചെയ്ത ആളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഉണ്ടായിരുന്നില്ല.